നമസ്കാരം. പി വി അൻവർ തന്നെയാണ് താരം. പി വി അൻവറെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹം ഇപ്പോൾ റിമാൻഡിലാണ്. പൊതുമുതൽ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇപ്പോൾ പിണറായി വിജയന്റെ പോലീസ് അദ്ദേഹത്തിനെതിരെ നടപടികളുമായി മുന്നോട്ട് പോയത്. അത്തരത്തിൽ ഒരു കാട്ടാന ആക്രമണം, അതേ തുടർന്നുണ്ടായ പ്രതിഷേധം, ഫോറസ്റ്റ് ഓഫീസിലെ എത്തി പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. തുടർന്ന് നടന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി നടന്ന സംഭവ വികാസങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ പി വി അൻവർ ജയിലിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും പൊതുമുതൽ നശിപ്പിച്ചതിനെതിരെ ഇത്ര ശക്തമായ നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ അല്ലെങ്കിൽ ഉണ്ടായപ്പോൾ അതിനെതിരെ, അതായത് നേരത്തെ നിയമസഭ തല്ലിപ്പൊളിച്ചതുമായി ബന്ധപ്പെട്ട കേസുകൾ നിലവിൽ ഇപ്പോഴത്തെ വിവിധ മന്ത്രിമാർക്കെതിരെ വരെ ആ ഒരു കേസ് നിലനിൽക്കുകയാണ്. നമുക്കറിയാം, ബാർക്കോഴയുമായി ബന്ധപ്പെട്ട് കെ എം മാണി ബജറ്റ് അവതരിപ്പിക്കുന്നതിനിടയിൽ UDF MLA-മാരും LDF MLA-മാരും നിയമസഭയിൽ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ ലോകം മുഴുവൻ ലൈവായി കണ്ടതാണ്. അത്തരത്തിൽ നിയമസഭ തല്ലിപ്പൊളിച്ചവർക്കെതിരെ അല്ലെങ്കിൽ അത്തരത്തിൽ പൊതുമുതൽ നശിപ്പിച്ച ആളുകൾക്കെതിരെ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല? ആ കേസിന്റെ ഒരു ഗതി നമുക്കറിയാം. ഇപ്പോൾ ആ കേസ് പൂർണ്ണമായും തള്ളണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിവിധ കോടതികളിൽ കയറിയിറങ്ങുന്ന രീതിയിലേക്ക് നമ്മുടെ സർക്കാർ മാറിയിട്ടുണ്ട്. സർക്കാർ ഖജനാവിൽ നിന്നും കോടികൾ ചെലവഴിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു കേസ് തേച്ചുമാച്ച് കളയാൻ, അല്ലെങ്കിൽ കേസ് പൂർണ്ണമായും ഒഴിവാക്കാൻ വേണ്ടി നമ്മുടെ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് പൊതുമുതൽ നശിപ്പിച്ചതിന്റെ പേരിൽ ഒരു MLA-ക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. വിരോധാഭാസം എന്ന തരത്തിലാണ് പല കോണുകളിൽ നിന്നും ഇപ്പോൾ ഈ ഒരു നടപടിക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നത്. ഒരേ സംഭവത്തിൽ അല്ലെങ്കിൽ ഒരേ കുറ്റകൃത്യത്തിൽ രണ്ട് നീതി നടപ്പാക്കുന്നു എന്ന തോന്നലിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അപ്പോഴാണ് ഈ വ്യക്തിവൈരാഗ്യം, അതായത് പിണറായി വിജയന്റെ വ്യക്തിവൈരാഗ്യമാണ് പി വി അൻവറെ ജയിലിലേക്ക് എത്തിച്ചത് എന്ന കാര്യം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതികരണങ്ങളും പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും മുതിർന്ന നേതാക്കളെല്ലാം തന്നെ പി വി അൻവറിന്റെ അറസ്റ്റിനെ വിമർശിച്ചുകൊണ്ട് അതിൽ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് എത്തിയിട്ടുണ്ട്. കൃത്യമായും ഒരു ജനപ്രതിനിധിയായിരുന്ന അല്ലെങ്കിൽ ജനപ്രതിനിധിയായ പി വി അൻവറെ ഈ രീതിയിൽ എന്തിനാണ് അറസ്റ്റ് ചെയ്തത് എന്ന ചോദ്യമാണ് എല്ലാവരും ഉയർത്തുന്നത്. പൊതുമുതൽ നശിപ്പിച്ച എല്ലാവർക്കും ഒരേപോലെ ആ ഒരു നീതി നടപ്പാക്കുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു പക്ഷത്തിന് പ്രത്യേക നീതിയും മറുപക്ഷത്തിന് മറു നീതിയും എന്ന തലത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന വിമർശനമാണ് ഉയരുന്നത്. എന്തായാലും പി വി അൻവർ ഇപ്പോൾ ജയിലിലായിരിക്കുകയാണ്. 14 ദിവസത്തേക്കാണ് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. പൊതുമുതൽ എന്തായാലും സംരക്ഷിക്കപ്പെടേണ്ടതാണ്. പക്ഷേ അത് ചിലർക്ക് മാത്രം അതിൽ ഇളവ് നൽകുന്നു എന്ന തോന്നൽ തന്നെയാണ് ഈ ഒരു പി വി അൻവറിന്റെ അറസ്റ്റോടുകൂടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും പി വി അൻവർ പലരെയും അറസ്റ്റ് ചെയ്യാൻ വേണ്ടി നീക്കം നടത്തിയ ആളാണ്. അത്തരത്തിൽ ഓരോ ചെസ് നമ്പർ ഇട്ടുകൊണ്ട് ഇന്ന ആളെ അറസ്റ്റ് ചെയ്യും, നാളെ മറ്റേയാളെ അറസ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിണറായി വിജയന്റെ സ്വന്തം ആളായി, പിണറായി വിജയന് വേണ്ടി ഏതറ്റം വരെയും വാദിച്ചു പോയ, അല്ലെങ്കിൽ വാദിക്കാൻ വേണ്ടി നിലകൊണ്ട ഒരു MLA ആണ് പിണറായി വിജയൻ തന്നെ. അദ്ദേഹത്തെ ഇപ്പോൾ ജയിലിലേക്ക് എത്തിച്ചിരിക്കുന്നു. വിരോധാഭാസം എന്നേ പറയാനുള്ളൂ.